ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NTPC എക്സാം 2025 അല്ലേ. നമുക്ക് നെക്സ്റ്റ് വീക്ക് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യണമല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള അല്ലേ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ അടുത്തൊരു പാർട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി തന്നെ ഒരു 10 പാർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് മുമ്പ് വീഡിയോ കാണാത്തവരുണ്ട്, അതിൽ ഓരോ പാർട്ടും എടുത്ത് വെച്ച് പഠിക്കുക. കാരണം നമ്മൾ കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ച കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ NTPC എക്സാമിന് സ്പോർട്സുമായി റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് എടുത്തിട്ട് വന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിന്റർ ഒളിമ്പിക്സ് ഗെയിംസ് കെയിം ഇൻ ടു ബി ഇൻ ഏത് വർഷമാണ് വിന്റർ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത്? സോ നമുക്ക് ഒളിമ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. സ്ഥിരമായ എക്സാം ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഒളിമ്പിക്സ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ നമ്മൾ ചോദിക്കുന്നത് വിന്റർ ഒളിമ്പിക്സ് ആണല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ, എപ്പോഴാണ് ആദ്യത്തെ സമ്മർ ഒളിമ്പിക്സ് ആരംഭിച്ചത്? നമുക്ക് അത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ആദ്യത്തെ സമ്മർ ഒളിമ്പിക്സ് നടന്ന വർഷം 1896 അല്ലെ. 1896 ഗ്രീസിലെ ഏതൻസിൽ വെച്ചായിരുന്നു ആദ്യത്തെ സമ്മർ ഒളിമ്പിക്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ്, ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യം വിന്റർ ഒളിമ്പിക്സ് ആണല്ലേ. സോ നമ്മുടെ ചോദ്യം അതാണ്, വിന്റർ ഒളിമ്പിക്സ് വർഷം. വിന്റർ ഒളിമ്പിക്സ് ആദ്യമായി കണ്ടക്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1924 നമ്മൾ ഓൾറെഡി ഈ വീഡിയോ നമ്മൾ ഇതിൻ്റെ ഒരു ക്ലാസ് അല്ലേ, നമ്മൾ സ്പോർട്സിൻ്റെ തന്നെ ഒരു ക്ലാസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. 1, 2, 3 3 പാർട്ട് ഉണ്ടല്ലേ. പാർട്ട് 1, 2, 3 അങ്ങനെ 3 പാർട്ട്. അതിൽ പാർട്ട് 1 നമ്മൾ ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്തിനെ പറ്റിയൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, ഉറപ്പായിട്ടും 1, 2, 3 ആ 3 പാർട്ട് വീഡിയോ കാണുക. കാരണം നിങ്ങൾക്ക് സ്പോർട്സ് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ചെറിയൊരു നോളജ്, ചെറുതെന്നല്ല, ഞാൻ അതിലെടുത്തേക്കുന്ന മൊത്തവും PYQ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത്യാവശ്യം എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കിട്ടും. ആ 3 പാർട്ടിൽ എന്ത് റിലേറ്റ് ചെയ്ത് സ്പോർട്സുമായി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിലുണ്ടായിരുന്നു, നമ്മളതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വിന്റർ ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം 1924 നമ്മുടെ ഫ്രാൻസിലെ ചമോനിക്സ് അല്ലേ. ഫ്രാൻസിലെ ചമോനിക്സിൽ വെച്ചായിരുന്നു ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്തത്. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാൻ പറ്റും, സമ്മർ വിന്റർ. അതുപോലെ നമുക്ക് ചോദിച്ചൊരു ചോദ്യമാണ് പാരാ ഒളിമ്പിക്സ്. നമ്മുടെ പാരാ ഒളിമ്പിക്സില്ലേ, അത് കണ്ടക്ട് ചെയ്ത ആദ്യത്തെ പാരാ ഒളിമ്പിക്സ് അത് 1960 1960 ഇറ്റലിയിലെ റോമിൽ കേട്ടോ. അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എവിടെയാണ്? ഇറ്റലിയിലെ റോമിലാണ് ആദ്യത്തെ പാരാ ഒളിമ്പിക്സ്. സോ ഇത് 3 അങ്ങനെ പഠിച്ചു വെക്കുക. ഏത് വർഷം, ദെൻ എവിടെ. സമ്മർ ഒളിമ്പിക്സ് അവിടെ ഏതൻസിൽ 1896, വിന്റർ ഒളിമ്പിക്സ് ചമോനിക്സിൽ 1924, പാരാ ഒളിമ്പിക്സ് ആരംഭിച്ചത് 1960 എവിടെയാണ്? റോമിലാണ് ആദ്യത്തെ പാരാ ഒളിമ്പിക്സ് കണ്ടക്ട് ചെയ്തത്. സോ നല്ലൊരു ചോദ്യമാണ്. ഈ ഉറപ്പായിട്ടും ഈ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഈ NTPC എക്സാമിന് കാണും. ഉറപ്പാണ്, അത് 100% ഉറപ്പാണ്. ഇത് മുൻനിർത്തിയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും കാണും. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യം, in which year gymnastic was included in the modern Olympic Games? നമ്മുടെ മോഡേൺ ഒളിമ്പിക് ഗെയിംസിൽ ഏത് വർഷമാണ് ജിംനാസ്റ്റിക്സ് ആഡ് ചെയ്തതെന്നാണ്. സോ ജിംനാസ്റ്റിക്സ് ആദ്യമേ തന്നെ ആഡ് ചെയ്തൊരു ഗെയിമാണ് കേട്ടോ. അത് പറഞ്ഞാൽ ഫസ്റ്റ് സമ്മർ ഒളിമ്പിക്സ് ഏത് വർഷം? 1896. സോ ആൻസർ 1896 തന്നെയാണ്. നമ്മുടെ ആദ്യത്തെ സമ്മർ ഒളിമ്പിക്സിൽ തന്നെ എന്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു? ജിംനാസ്റ്റിക്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്നാൽ വുമൺസിൻ്റെ ജിംനാസ്റ്റിക്സ് കേട്ടോ, വുമൺസിൻ്റെ ജിംനാസ്റ്റിക്സ് ആദ്യമായി ആരംഭിച്ചത് അത് 1936 തൊട്ടാണ്. 1936 ആണ് നമ്മുടെ ബെർലിൻ ഒളിമ്പിക്സിൽ വെച്ചാണ് ആദ്യത്തെ വുമൺസിൻ്റെ ജിംനാസ്റ്റിക്സ് ആഡ് ചെയ്യുന്നത്. അത് ബെർലിൻ 1936. അല്ലാതെ നോർമലി ജിംനാസ്റ്റിക്സ് ആഡ് ചെയ്ത് 1996 ഏതൻസ് ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് ജിംനാസ്റ്റിക്സ് എന്ത് ചെയ്യുന്നത്? ഒളിമ്പിക്സിൽ ആഡ് ചെയ്യുന്നത്. സോ ആൻസർ 1896 ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, വെൻ ഡിഡ് ഇന്ത്യ ഫസ്റ്റ് ടേക്ക് പാർട്ട് ഇൻ ദി ഒളിമ്പിക് ഗെയിംസ്? അതായത് ഒളിമ്പിക്സിൽ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത വർഷം. ഇതൊരു നല്ലൊരു ചോദ്യമാണ്, ഇതൊരു കൺഫ്യൂഷൻ ചോദ്യം കൂടിയായിരുന്നു കേട്ടോ. സോ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്ന ഒളിമ്പിക്സ് എന്ന് പറയുന്നത് 1936
1900-ലെ ഒളിമ്പിക്സാണ്. 1900 ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. ഇന്ത്യ പങ്കെടുത്ത ഫസ്റ്റ് ഒളിമ്പിക്സ് അതാണ്. ഏത് വർഷം? 1900. പക്ഷേ ആ ഒളിമ്പിക്സിൽ അന്ന് പങ്കെടുത്തത് ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു. ആരായിരുന്നു? ഒരു ആംഗ്ലോ ഇന്ത്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് നോർമൻ പ്രിച്ചാർട്ട് എന്ന് പറയും. ആരാണ്? നോർമൻ പ്രിച്ചാർട്ട്. കാരണം നോർമൻ പ്രിച്ചാർട്ടാണ് ആദ്യമായി ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. പക്ഷെ അദ്ദേഹം ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിരുന്നു. ഏത് വർഷം? 1900. ശരിക്കും ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത് 1900 തന്നെയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നിന്നും ആദ്യമായിട്ടൊരു ഇന്ത്യൻ ടീമിനെ ഒളിമ്പിക്സിൽ അയക്കുന്നത് അത് 1920 ഒളിമ്പിക്സിലാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ടീമിനെ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വേണ്ടി അയച്ചത് 1920. അതാണ് ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത. ഈ ക്വസ്റ്റിൽ കണ്ട 1900 എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ ഈ ക്വസ്റ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ആൻസറാണ് 1920. കാരണം ഇന്ത്യൻ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത് 1920. 1920 ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി ഒരു ടീമിനെ എന്ത് ചെയ്തത്, ഒളിമ്പിക്സിലേക്ക് അയക്കുന്നത്. ഏത് വർഷമാണ്? 1920. പക്ഷെ ഇന്ത്യ ആദ്യമായി പങ്കെടുത്തത് 1900 തന്നെയാണ്. 1900 തന്നെയാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. ഒളിമ്പിക്സിൽ ഫസ്റ്റ് ഇന്ത്യ പാർട്ടിസിപ്പേറ്റ് ചെയ്ത വർഷം 1900. പക്ഷേ ഇന്ത്യൻ ടീം ആദ്യമായിട്ടൊരു ടീമിനെ ഒളിമ്പിക്സിൽ അയക്കുന്നത് 1920. 1920 ഇന്ത്യൻ ടീം ആദ്യമായി ഒളിമ്പിക്സിൽ ഒരു ടീമിനെ അയക്കുന്നത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പോയിന്റ് ഓഫ് ചോദിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, in which Olympics Games did Milkha Singh finish 4th in the 400 meter running final? അത് നമ്മുടെ ഏത് ഒളിമ്പിക്സിലാണ് നമ്മുടെ മിൽഖാ സിംഗ് അല്ലേ, നമ്മുടെ ഓട്ടക്കാരൻ അല്ലേ, റൈസറാണ് ആര്? നമ്മുടെ മിൽഖാ സിംഗ് അല്ലേ. ഫ്ലൈയിങ് സിംഗ് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു നിക് നെയിം ഉണ്ടല്ലേ, പറക്കുന്ന സിംഗ് അല്ലേ. എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താണ് ഒരു ഓട്ടക്കാരനാണ് അല്ലേ നമ്മുടെ മിൽഖാ സിംഗ്, ഫ്ലൈയിങ് സിംഗ് അല്ലേ. അപ്പം അദ്ദേഹം ഏത് ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ ആണ് പങ്കെടുത്തത്, അറ്റൻഡ് ചെയ്ത 400 മീറ്റർ ഫൈനൽ റണ്ണിങ്ങിൽ? അതിൽ 4ാം സ്ഥാനത്തായിരുന്നു അദ്ദേഹം. അത് ഏത് ഒളിമ്പിക്സ് എന്നാണ് നമ്മുടെ ചോദ്യം. സോ അദ്ദേഹം 1960 ഒളിമ്പിക്സ് ആയിരുന്നു. 1960 ഒളിമ്പിക്സ് ആയിരുന്നു. അത് റോം ഒളിമ്പിക്സ് ആണ്. ഏതാണ്? റോം കേട്ടോ. റോം ഒളിമ്പിക്സ് ആയിരുന്നു 1960. ആ ഒളിമ്പിക്സിലാണ് നമ്മുടെ മിൽഖാ സിംഗ് എന്ത് ചെയ്യുന്നത്, 400 മീറ്റർ റണ്ണിങ്ങിൽ ഫൈനലിൽ എത്തുന്നത് കേട്ടോ. ഏതിലാണ്? റോം ഒളിമ്പിക്സ് 1960 നമ്മുടെ മിൽഖാ സിംഗ് ഒളിമ്പിക്സിൻ്റെ ഫൈനലിൽ റീച്ച് ആവുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് നാഷൻ ഹാസ് ഹോസ്റ്റഡ് ദി കോമൺവെൽത്ത് ഗെയിംസ് 5 times? 5 തവണ കോമൺവെൽത്ത് ഗെയിംസ് എന്താണ് കണ്ടക്ട് ചെയ്ത ആരാണ്, രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓക്കെ, സോ 5 തവണ. ഓക്കെ, 5 തവണ ഇന്ത്യ 5 തവണ കോമൺവെൽത്ത് ഗെയിംസിന് ഇതായത് ഓസ്ട്രേലിയയാണ് കേട്ടോ. ഓസ്ട്രേലിയയാണ് ഏറ്റവും കൂടുതൽ തവണ. 5 തവണ കോമൺവെൽത്ത് ഗെയിംസിന് വെന്യൂ ആയിട്ടുണ്ട്. ഓസ്ട്രേലിയ എന്ന് പറയുമ്പോൾ 5 തവണ. ഇതിലിപ്പം ഇന്ത്യ ഒറ്റ തവണയുള്ളൂ അല്ലേ. ഒരൊറ്റ തവണയാണ് ഇന്ത്യ വെന്യൂ ആയത്. ഏത് വർഷം? 2010 ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസ് അല്ലേ. 2010 ന്യൂഡൽഹി കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ വെന്യൂ ആയത്. പിന്നെ കാനഡ ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. കാരണം നമുക്കറിയാം കാനഡയിൽ വെച്ചാണ് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലേ. ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് എവിടെ വെച്ചായിരുന്നു? കാനഡയിൽ വെച്ചായിരുന്നു. കാനഡയിൽ ഹാമിൽട്ടൺ അല്ലേ. കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചായിരുന്നു 1930 കേട്ടോ. 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് ഏത് വർഷമാണ്? ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത്. എവിടെയാണ്? കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ് ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ കോമൺവെൽത്തിൻ്റെ ആദ്യത്തെ കാല പേരുടെ പഠിച്ചു വെച്ചോ. നമ്മൾ ആ വീഡിയോയിലൊക്കെ നമ്മളിത് പഠിച്ചിട്ടുള്ളതാണല്ലേ. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. ചിലപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന് അങ്ങനെയായിരിക്കും പേര് തരണം. ഇൻ വിച്ച് ഇയർ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് സ്റ്റാർട്ടഡ് എന്ന് ചോദിക്കും. ഏത് വർഷം? 1930 അല്ലേ. അതാണ് കോമൺവെൽത്ത് ഗെയിംസ്. ഏത് വർഷം? 1930 ഇവന്റ് ആരംഭിച്ചത്. ഇവിടെ കാനഡയിൽ ഏറ്റവും കൂടുതൽ തവണ വെന്യൂ ആയിട്ടുള്ളതാണ് ഓസ്ട്രേലിയ. മൊത്തം
5 തവണ വെന്യൂ ആയിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യ ഒറ്റ തവണ 2010 ന്യൂഡൽഹി. ഓക്കെ, ദെൻ അടുത്ത സ്റ്റോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹൗ മെനി ടൈംസ് ഏഷ്യൻ ഗെയിംസ് ഹാസ് ബീൻ ഹെൽഡ് ഇൻ ഇന്ത്യ? എത്ര വട്ടം ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്? ഏഷ്യൻ ഗെയിംസ് ആക്ച്വലി ഏഷ്യൻ ഗെയിംസ് 2 തവണയാണ് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തത്. 1951, അത് നമ്മുടെ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് അല്ലെ. ഏഷ്യൻ ഗെയിംസ് ആദ്യമായി ആരംഭിച്ച വർഷമാണിത് 1951. അത് നമ്മുടെ ന്യൂഡൽഹി ഏഷ്യൻ ഗെയിംസ് ആയിരുന്നു കേട്ടോ. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ഇനാഗ്രേറ്റ് ചെയ്തത് ന്യൂഡൽഹിയിൽ വെച്ചായിരുന്നു 1951. അത് ആദ്യത്തെ തവണ. പിന്നെ രണ്ടാമത് നമ്മുടെ ഏഷ്യൻ ഗെയിംസ് നടന്നത് 1982, 1982. അതും ന്യൂഡൽഹിയിൽ വെച്ച് തന്നെയാണ് രണ്ടാമത്തെ ഏഷ്യൻ ഗെയിംസ്. അത് 1982. അങ്ങനെ 2 തവണ 1951, 1982. അങ്ങനെ 2 തവണയാണ് ഏഷ്യൻ ഗെയിംസ് ഇന്ത്യയിൽ എന്തായിട്ടുള്ളത്, വെന്യൂ ആയിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി ആണ് ആൻസർ, 2 തവണ. ഓക്കെ, സോ അതുപോലെ അത് നോട്ട് ചെയ്യണം കേട്ടോ. 51 ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്ന വർഷമാണ് 51. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫുൾ നെയിം ഓഫ് LBW ഇൻ ക്രിക്കറ്റ്? ക്രിക്കറ്റിൽ LBW നമുക്കറിയാം, ക്രിക്കറ്റിലെ ഒരു വിക്കറ്റ് ആണല്ലേ, ഒരു വിക്കറ്റാണ് ഇത് LBW എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ പേഡിൽ അല്ലെ, ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ക്രിക്കറ്റിൽ നമ്മൾ കാലിൽ കെട്ടുന്ന പേഡുണ്ടല്ലോ, പേഡ്, ഒരു പ്ലെയറിൻ്റെ കാലിലിരിക്കുന്ന പേഡുണ്ടല്ലോ, ആ പേഡിൽ വന്ന് ബോൾ കൊള്ളുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു വിക്കറ്റ് ഇതാണ് LBW. അതിൻ്റെ ഫുൾ ഫോം എന്തെന്നാണ്? ഫുൾ ഫോം ലെഗ് ബിഫോർ വിക്കറ്റ് എന്നാണ്. കണ്ടത് ഇതിൽ എല്ലാത്തിനും ലെഗ് ഉണ്ടല്ലേ. സോ ലെഗ് വിക്കറ്റും ഉണ്ട് അല്ലേ. സോ നമ്മുടെ ബി എന്ന് പറയുന്നത് ബിഫോർ ആണ്, ലെഗ് ബിഫോർ വിക്കറ്റ് ആണ് LBW കേട്ടോ. ക്രിക്കറ്റിൽ LBW എന്താണെന്ന് ചോദിച്ചാൽ ലെഗ് ബിഫോർ വിക്കറ്റ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് വൺ ഓഫ് ദി ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റ് ഓഫ് ടെന്നീസ്? നമ്മളിതൊക്കെ അല്ലേ നമ്മുടെ സ്പോർട്സിൻ്റെ പാർട്ടിൽ നമ്മൾ ചെയ്തതായിരുന്നു അല്ലേ. ഗ്രാൻഡ് സ്ലാം അല്ലേ, ഗ്രാൻഡ് സ്ലാം എന്ത് ടൂർണമെൻറ്റാണ്? ടെന്നീസ് ടൂർണമെൻറ്റുകളാണ് അല്ലേ. ഒരു വർഷത്തിൽ ഒരു കലണ്ടറിൽ നടക്കുന്ന 4 ടെന്നീസ് ടൂർണമെൻറ്റുകളാണ് ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ്. ഏതൊക്കെയാണ് 4 ടൂർണമെൻറ്റുകൾ? അതൊക്കെയാണ് ജനുവരിയിൽ നമുക്ക് പറഞ്ഞതാണ് ഏതാ? ഓസ്ട്രേലിയൻ ഓപ്പൺ അല്ലേ, ജനുവരിയിൽ. അത് കഴിഞ്ഞ് നമ്മുടെ മെയ് ആൻഡ് ജൂൺ അല്ലേ, ജൂണിൽ ഏത് വരും? നമ്മുടെ ഫ്രഞ്ച് ഓപ്പൺ വരും, രണ്ടാമത്തെ ടൂർണമെൻറ്റ് ഫ്രഞ്ച് ഓപ്പൺ അല്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ ജൂലൈയിൽ മൂന്നാമത്തെ ടൂർണമെൻറ്റ് ഏതാടാ? ആണ് വിംബിൾഡൺ അല്ലേ, വിംബിൾഡൺ വരും. ദെൻ അറ്റ് ലാസ്റ്റ് നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബറിൽ നമ്മുടെ ഏത് വരും? US ഓപ്പൺ വരും അല്ലേ. സോ ഇതാണ് ഒരു കലണ്ടറിൽ നടക്കുന്ന, ഒരു വർഷത്തിൽ നടക്കുന്ന, ഈ പർട്ടിക്കുലർ മാസം നടക്കുന്ന 4 ടെന്നീസ് ടൂർണമെൻറ്റ്. ഇതിന് വിളിക്കുന്ന പേരാണ് ഗ്രാൻഡ് സ്ലാം. ഇതിൽ പെടാത്തത് ഏതാ? യെസ്, ഓപ്ഷൻ ഡി, കനേഡിയൻ അല്ലേ. കനേഡിയൻ ഓപ്പൺ ഇല്ല, കാരണം ഫ്രഞ്ച്, ഓസ്ട്രേലിയ, വിംബിൾഡൺ, അതുപോലെ US ഇതിൽ വിടുന്നത് ഗ്രാൻഡ് സ്ലാമിൽ പെടുന്ന. അതുപോലെ നമ്മൾ ഇതിൽ വേറെ സാധനം പഠിച്ചിട്ടുണ്ട്. ഈ ടൂർണമെൻറ്റിൽ ഇവർ യൂസ് ചെയ്യുന്ന കോർട്ടിൻ്റെ പേര് അല്ലേ. ഇപ്പോൾ ഇതിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ നടക്കുന്ന എന്തിലാണ്? ഹാർഡ് കോർട്ടിലടാ, നമ്മുടെ കളിക്കളത്തിൻ്റെ കോർട്ട്, ഹാർഡ് കോർട്ടിൽ. അതുപോലെയാണ് അവസാനത്തെ US ഓപ്പൺ എന്ത് കോർട്ടിലാണ്? ഹാർഡ് കോർട്ടാണ്. ഇത് 2 ഹാർഡാണ്. എന്നാൽ ഫ്രഞ്ച് വരുമ്പോഴോ, ഫ്രഞ്ച് ക്ലേ കോർട്ടിലാണ് അല്ലേ, ക്ലേ കോർട്ടാണ്. എന്നാൽ വിംബിൾഡൺ ആണെങ്കിലോ ഗ്രാസ് കോർട്ടിൽ. അത് ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾ എടുക്കാത്തതാണ്. ഈ NTPC ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ക്ലേ കോർട്ടിൽ നടക്കുന്ന ഏത് ടെന്നീസ് ടൂർണമെൻറ്റാണ്? ക്ലേ കോർട്ട് ആണെങ്കിൽ ഏതാ? ഫ്രഞ്ച് ആണ്. ഗ്രാസ് ആണെങ്കിൽ വിംബിൾഡൺ. ഹാർഡ് കോർട്ടിലാണ് ഏതൊക്കെ? ഓസ്ട്രേലിയൻ ഓപ്പണും US ഓപ്പണും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ദ ടേം ബ്രസ്റ്റ് സ്ട്രോക്ക് ഈസ് റിലേറ്റഡ് ടു വിച്ച് അമംഗ് ദ ഫോളോയിങ് സ്പോർട്സ്? ഓക്കെ, നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറേ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ വർഷം ചോദിക്കാനും ചാൻസ് ഉണ്ട്. നമ്മുടെ ഈ സ്പോർട്സിൽ പല ടേമുകളുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം പറ്റുന്ന രീതിക്ക് തലേ ദിവസമാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ഫ്രഷ് ആക്കി ഒന്ന് നോക്കിയിട്ട് പോകുക. ചിലപ്പോഴൊക്കെ പിറ്റേ ദിവസം എന്ത് ചെയ്യാം, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കിട്ടും, ഇങ്ങനത്തെ ടേമുകൾ. അതിലേറ്റവും പ്രധാനമാണ് ഈ ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലേ. അത് ഏത് സ്പോർട്സുമായി ബന്ധപ്പെട്ടതാണ്? അത് ഓപ്ഷൻ ഡി, സ്വിമ്മിങ് ആണ് കേട്ടോ. സ്വിമ്മിങ്ങിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വേർഡാണ് ഇത്, ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്ന. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഞാൻ ഈ സ്വിമ്മിങ്ങിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡുകൾ പറഞ്ഞുതരാം. അതിലൊന്നാണ് ഡെക്ക്, അതുപോലെ ലാപ്പ്, ലൈന്, അതുപോലെ തന്നെ ബാക്ക് സ്ട്രോക്ക് കേട്ടോ.
ഇതൊക്കെ നമ്മുടെ എന്താ സ്വിമ്മിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കുറച്ച് വേർഡുകൾ, അതായത് ഡെക്ക്, ലാപ്പ്, ലേന്, ബാക്ക് സ്ട്രോക്ക്, ഇതൊക്കെ എന്താണ്, ഇതൊക്കെ നമ്മുടെ സ്വിമ്മിങ്ങിൽ യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട എന്താണ് വേർഡുകളാണ്. ഓക്കെ, സോ അതിൽ ഏറ്റവും പ്രധാനമാണ് ബ്രസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ. അടുത്ത ചോദ്യമാണ്, വെൻ വേർ ആൻഡ് വെൻ വാസ് ദി ഫസ്റ്റ് ഫിഫ വേൾഡ് കപ്പ് ഹെൽഡ്? ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് നടന്ന വർഷം ഏതെന്നാണ്. സോ ഫിഫ വേൾഡ് കപ്പ് ആദ്യമായി നടന്ന വർഷം എന്ന് പറയുന്നത് 1930-ലാണ് നടന്നത്. ഇപ്പോൾ ഉറൂഗയിൽ, എവിടെ വെച്ചായിരുന്നു? ഉറൂഗയിൽ വെച്ചായിരുന്നു നടന്നത്. അവിടെ മൗണ്ട് വീഡിയോ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച്, ഉറൂഗയിലെ മൗണ്ട് വീഡിയോ എന്ന സ്ഥലത്ത് വെച്ച് 1930-ലാണ് ആദ്യത്തെ ഫിഫ എന്താ ഫുട്ബോൾ ടൂർണമെന്റ് ആണ് അല്ലേ, വേൾഡ് കപ്പ്, ഫുട്ബോൾ വേൾഡ് കപ്പാണ്. ഇത് ഫുട്ബോൾ വേൾഡ് കപ്പാണ് ഫിഫ വേൾഡ് കപ്പ്. സോ അത് നടന്ന വർഷം എന്ന് പറയുന്നത് ആദ്യത്തെ 1930-ലാണ്. ഇവിടെ സ്ഥലം ഉറൂഗയില, രാജ്യോർത്ത് വെച്ചോ ഉറൂഗ. ശരിക്കും ഇതില് ഫസ്റ്റ് ഫിഫയിൽ കപ്പടിച്ചത് വിന്നറും ആരാണ്? ഉറുഗയാണ് കേട്ടോ, അത് നോട്ട് ചെയ്തു കേട്ടോ. ഫസ്റ്റ് ഫിഫ വേൾഡ് കപ്പ് വിന്നർ, ആദ്യത്തെ ഫിഫ വേൾഡ് കപ്പ് വിന്നർ ആരെന്ന് ചോദിച്ചാൽ ആരാ? ഉറൂഗയാണ് ജയിച്ചത്. അത് 1930-ലാണ് കണ്ടക്ട് ചെയ്തത്. എവിടെയാ? മൗണ്ട് വീഡിയോയിൽ വെച്ചാണ് ആദ്യത്തെ ടൂർണമെന്റ് നടക്കുന്നത്. ഓക്കെ, ഫിഫയുടെ. ഓക്കെ, എവിടെയാ ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന? ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? അത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ് അല്ലേ, സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ് ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. നോട്ട് ചെയ്യണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലാണ് എന്ത് ഫിഫയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. സോ ആദ്യത്തെ വേൾഡ് കപ്പ് നടന്നത് 1930-ലാണ്. ഓക്കെ, സോ ഇത്രയും വീഡിയോ ആണ് ഞാൻ ഈ സെഷനിൽ എടുത്തിരിക്കുന്നത്. 10 വീഡിയോ. ഇത് കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ച എന്താ 10 ചോദ്യങ്ങളാണ്, 10 ചോദ്യങ്ങൾ അല്ലേ. സോ നല്ല ചോദ്യങ്ങളാട്ടോ, നല്ല ചോദ്യങ്ങളായിരുന്നു. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞത്, ഇതിലിപ്പോൾ നമ്മുടെ ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് അല്ലേ, നമ്മൾ കണ്ടു 1900-ലാണ് ഇന്ത്യ ആദ്യമായി എന്ത് ചെയ്യുന്നത്, ഒളിമ്പിക്സിൽ പങ്കെടുത്തത് അല്ലേ. പക്ഷെ നമ്മൾ ആ ഒളിമ്പിക്സ് നടന്ന ഏത് സ്ഥലം നമ്മൾ എഴുതിയില്ലല്ലേ. സോ അതുകൂടെ നമ്മൾ നോട്ട് ചെയ്യുക. ഇന്ത്യ ആദ്യമായി പങ്കെടുത്ത 1900 ഒളിമ്പിക്സ് എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സ് ആണ്. അതിലാണ് പാരീസ് ഒളിമ്പിക്സിലാണ് ഇന്ത്യ ആദ്യമായി പങ്കെടുക്കുന്നത്. 1900. ഇനി 1920 ഒളിമ്പിക്സ് എന്ന് പറയുന്നത്, 1920 ഒളിമ്പിക്സ് എന്ന് പറയുന്നത് ആൻഡ് വെർപ്പ് ഒളിമ്പിക്സ് ആണ്. അത് ബെൽജിയം, നമ്മുടെ ബെൽജിയത്തിലെ ആൻഡ് വെർപ്പിൽ വെച്ചാണ് ഇന്ത്യ ആദ്യമായി എന്ത് ചെയ്യുന്നത്, ടീമിനെ അയക്കുന്നത് കേട്ടോ. ആൻഡ് വെർപ്പ് ഒളിമ്പിക്സ് 1920 ബെൽജിയത്തിൽ വെച്ച് നടന്നു. സോ അത് നോട്ട് ചെയ്യണം കേട്ടോ. ഇന്ത്യ ആദ്യമായി ടീമിനെ അയച്ചത് 1920-ലാണ്. ഓക്കെ, സോ നല്ല 10 ചോദ്യം അല്ലേ. സോ അപ്പോൾ ഈ ഒരു സെഷൻ ഞാൻ അവിടെ എന്ത് ചെയ്യണം, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. സോ ഈ വരുന്ന ദിവസങ്ങളിലും ഇതുപോലുള്ള NTPC എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ ഇതുപോലുള്ള ഈ സ്പോർട്സ് റിലേറ്റഡുള്ള ഇനിയൊരു സ്പോർട്സിൻ്റെ തന്നെ ഇനിയൊരു വീഡിയോ വരുന്നുണ്ട് അടുത്ത ദിവസം. കപ്പുകൾ, നമുക്ക് കഴിഞ്ഞ NTPC എക്സാമിന് ഒരുപാട് കപ്പുകൾ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് നിമിഷം ജസ്റ്റ് ആ കപ്പുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ അതിലൊരു കപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചോദിക്കാം. അപ്പോൾ അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതാണ്, കഴിഞ്ഞ NTPC എക്സാമിന് ചോദിച്ച സ്പോർട്സ് റിലേറ്റഡ് കപ്പുകൾ. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.